ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആരുമില്ലാത്ത നിരാലംബരായ ജനങ്ങൾക്ക് പടച്ചവൻ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ ഇസ്രായേലിൽ ഇപ്പോൾ പടച്ചവൻ്റെ പരീക്ഷണം ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ കാട്ടുതീ പടർന്നു പിടിക്കുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഏകദേശം 3000 ഏക്കറോളം സ്ഥലം ഇപ്പോൾ തന്നെ കത്തി നശിച്ചു എന്നും ഒരുപാട് ആൾക്കാർക്ക് ജീവഹാനി ഉണ്ടായി എന്നും അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങൾ വാഹനങ്ങളും സ്ഥലങ്ങളും വീടുകളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നെട്ടോട്ടം പായുന്നതാണ് നമ്മൾ കണ്ടത്. ഇതൊക്കെ പടച്ചവൻ്റെ ഒരു പരീക്ഷണമാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് വിശ്വസിക്കേണ്ടതായിട്ട് വരും. ഒരുപാട് റോക്കറ്റുകളും വിമാനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പലസ്തീൻ ജനതയെ ചുട്ടരിച്ച മനുഷ്യനാണ് ഈ നെതന്യാഹു എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ആ തെമ്മാടിത്തരങ്ങൾക്ക് എല്ലാം ഇപ്പോൾ അവിടുത്തെ നിരാലംബരായ ജനങ്ങൾ അത് അനുഭവിക്കേണ്ടി വരുന്നത് പോലെ തോന്നിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ അവിടെ കാട്ടുതീ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 24 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അണയ്ക്കാൻ പറ്റാത്ത രീതിയിൽ പൊതു ഇടങ്ങളെല്ലാം തന്നെ പുകയായും അതുപോലെ തന്നെ കാറ്റിനാലും തീയാലും കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജെറൂസലേമിലെ ജനത. അപ്പോൾ ഇതൊരു പ്രാദേശിക സംഭവമല്ല എന്നും ദേശീയ ദുരന്ത നിവാരണമായി അദ്ദേഹം ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിന പരിപാടികൾ വരെ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം രാജ്യത്തിനായി ഈ തീ കെടുത്താൻ വേണ്ടി നെട്ടോട്ടമോടുകയാണ്. അവിടുത്തെ സൈനിക വ്യൂഹവും അതുപോലെ തന്നെ അഗ്നിശമന സേനയും അതുപോലെ തന്നെ എല്ലാം അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടും ഒന്നും നടക്കാതെ ആയപ്പോൾ അദ്ദേഹം മറ്റ് ലോകരാജ്യങ്ങളുടെ സഹായം കൂടി തേടിക്കൊണ്ട് എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഏകദേശം 40 മണിക്കൂറിന് ശേഷം ആ തീ നിയന്ത്രണ വിധേയമായി എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്തയാണ് ലോകത്തോട് നെതന്യാഹു പങ്കുവെച്ചത്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു രംഗം തീർച്ചയായും നമുക്കൊന്ന് കണ്ടുവരാം. നിങ്ങൾ ഈ രംഗങ്ങളിലെല്ലാം തന്നെ കണ്ടു കാണും. വളരെ വളരെ വലിയ രീതിയിലാണ് ജെറൂസലേം നഗരത്തെ മൊത്തം ഈ കാട്ടുതീ വീങ്ങിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്കും അതുപോലെ തന്നെ ഒരുപാട് സമൂഹത്തിലെ താഴെക്കിടയിലുള്ള ആൾക്കാർക്കും അവരുടെ കുടിപ്പാടങ്ങൾ നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ വാഹനങ്ങളും എല്ലാം തന്നെ ഈ ചൂടും ഈ കാറ്റും ഈ തീയും എല്ലാം കാരണം അവിടെ ഉപേക്ഷിച്ച് സ്വന്തം ജീവൻ കൊണ്ട് നെട്ടോട്ടം ഓടുന്നതാണ് നമ്മൾ കണ്ടത്. ഇതൊരു പരീക്ഷണം തന്നെയാണ്. നമ്മളെ രാജ്യത്തോട് ഒരിക്കലും ഒരു വിരോധ ഇത് വെച്ച് പറയുകയല്ല. ഇതൊരു പരീക്ഷണം തന്നെയാണ്. നിരാലംബരായ ഫലസ്തീൻ ജനതയ്ക്ക് മുന്നിൽ നിങ്ങൾ കണ്ടതാണ്. അദ്ദേഹം ബോംബ് വർഷിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ ആയുധങ്ങളോ ഒന്നും തന്നെയില്ല. അവർ പ്രതിഷേധിക്കുന്നത് അവിടുത്തെ കല്ലും സാധാരണ മണലും ചെറിയ വടിക്കഷണങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പട്ടാളക്കാർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ണീരോടല്ലാതെ നമുക്കാർക്കും അത് കണ്ടു നിൽക്കാൻ വേണ്ടി സാധിച്ചില്ല. അത്രയ്ക്കും ഹൃദയഭേദകമായിരുന്നു ആ കാഴ്ച. സ്വന്തം മക്കളെ കയ്യിൽ എടുത്തുകൊണ്ട് എങ്ങോട്ടോടണമെന്നും അറിയാത്ത ഒരുപാട് അമ്മമാരുടെ കണ്ണുനീർ നമ്മൾ കണ്ടതാണ്. അതിനെല്ലാം പടച്ചവൻ ഒരു പരീക്ഷണമെന്ന നിലയിൽ അവിടുത്തെ ഈ കാട്ടുതീയായിട്ട് വന്നതുപോലെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു അപകടം അവിടെ ഉണ്ടായത്. തീർച്ചയായിട്ടും നമ്മൾ അപകടത്തിൽ ഒരിക്കലും സന്തോഷിക്കുകയോ ഇതാക്കുകയോ ചെയ്യരുത്. കാരണം അതും സാധാരണ ജനങ്ങളാണ്. ഈ ഭരണകൂടമാണ് ഇത്തരം ഭീകരതകളെല്ലാം അയച്ചു വിടുന്നത്. അത്തരം ആൾക്കാർക്കൊന്നും ഇതിൽ യാതൊരു വ്യസനമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ അനുഭവപ്പെടുകയില്ല. സാധാരണ ജനങ്ങളാണ് എവിടെ യുദ്ധമുണ്ടായാലും എവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായാലും അനുഭവിക്കേണ്ടി വരുന്നത്. അത് സാധാരണ ജനങ്ങളാണ്. അവിടെയും സാധാരണ ജനങ്ങളുണ്ട്. അവരുടെ വേദനയിൽ നമ്മളും അവരോടൊപ്പം ചേരുന്നു എന്നാണ് നമുക്ക് ഏകാണ്ടേന പറയാനുള്ളത്. ഈയൊക്കെ നമ്മൾ കണ്ടുവരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങൾ ഒരുപാട് സാമ്പത്തികപരമായിട്ടും ഇന്ന് ആയുധങ്ങളായിട്ടും മറ്റും ഇന്ന് കണ്ടുപിടുത്തങ്ങളുടെ ഒരു നെട്ടോട്ടമാണ്. എല്ലാ രാജ്യങ്ങളും അതിൻ്റെ പിന്നാലെയാണ്. എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് കൈ കെട്ടി നോക്കി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ഇസ്രായേലായാലും പണ്ട് അമേരിക്കയായാലും എല്ലാ രാജ്യങ്ങളും പ്രകൃതി ദുരന്തങ്ങളുടെ മുന്നിൽ പകച്ചു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം നിങ്ങൾ കണ്ടതാണ്, അമേരിക്കയിൽ ഇതുപോലെ തന്നെ ഒരു തീപിടുത്തമുണ്ടായി. 100 കണക്കിന് ആൾക്കാർ മരണപ്പെടുന്നു, ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലം കത്തി നശിക്കുന്നു, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളാണ് അവർക്കും സംഭവിച്ചത്. ആ സമയത്തും ദിവസങ്ങൾ എടുത്തുകൊണ്ടാണ് അഗ്നിശമന സേനാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ സൈന്യവും അതുപോലെ തന്നെ എല്ലാം ഇടപെട്ടുകൊണ്ട് ആ തീ അണച്ചത്. അതുപോലെ തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഇസ്രായേൽ ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു തീപിടുത്തമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ദേശീയ ദുരന്തമായിട്ട് ഇതിനെ ഇപ്പോൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർക്ക് അവരുടെ വീടുകളും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ദുരന്ത മുഖത്ത് നിന്നിട്ട് സൈന്യത്തെ പോലും ഇറക്കി അവിടുത്തെ എല്ലാ വിമാനങ്ങളും ഉപയോഗിച്ചു. അവിടെ എല്ലാ കയ്യിലുള്ള എല്ലാ പരിപാടികളും ഉപയോഗിച്ചതിന് ശേഷം നടക്കാതെ വന്നപ്പോഴാണ് മറ്റ് ലോകരാജ്യങ്ങളുടെ സഹായം കൂടി തേടി ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്തൊക്കെ കയ്യിലുണ്ടെങ്കിലും
പടച്ച തമ്പുരാൻ ഒന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ഇല്ലാതായി പോകുന്നതാണ് ഈ ലോകമെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്നെങ്കിലും മനസ്സിലാക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതുകൊണ്ടെങ്കിലും നമ്മുടെ നെതന്യാഹു എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഒരു പാഠം പഠിച്ച് അദ്ദേഹത്തിൻ്റെ വരുന്ന ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളിൽ വല്ല മാറ്റവും ഉണ്ടാവുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.